നിയമസഭയിൽ ഗുരുതരമായ ചട്ടലംഘനം നടന്നു. പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ സഭാതലത്തിൽ വന്നതാണ് വിവാദമായത്. ഗവർണറെ സ്വീകരിച്ചു വരുന്നതിനിടെയാണ് DGP നിയമസഭയിലെത്തിയത്. ഗവർണറെ നിയമസഭയിൽ സ്വീകരിച്ച പരിപാടിയിൽ DGP പങ്കെടുത്തതും ചട്ടലംഘനമാണ്. തീർത്തും അസാധാരണമായ സംഭവവികാസങ്ങൾക്കാണ് കേരള നിയമസഭ സാക്ഷിയായത്. ഗവർണറെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും അതുപോലെ തന്നെ നിയമസഭാ സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും അടക്കമുള്ളവർ സ്വീകരിച്ച് നയപ്രഖ്യാപനത്തിനായി വേദിയിലേക്ക് ആനയിക്കുക എന്നുള്ളതാണ് പതിവ്. അതാണ് സഭാ ചട്ടങ്ങളും കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടുള്ള പ്രോട്ടോകോളും അതാണ്. എന്നാൽ അതിന് വിരുദ്ധമായി ഇന്ന് പ്രൊസഷനിൽ സംസ്ഥാന പോലീസ് മേധാവി കൂടി പങ്കെടുത്തു. അദ്ദേഹത്തിന് പങ്കെടുക്കാനുള്ള അധികാരമോ അനുവാദമോ ഇല്ല. അതുമാത്രമല്ല, അവിടെ നിന്ന് അദ്ദേഹം നടന്ന് നേരെ സഭാതലത്തിനുള്ളിലേക്ക് സഭയുടെ നടുത്തളത്തിന് വരെ എത്തുന്നു. അവിടെ അദ്ദേഹത്തിന് ഇരിപ്പിടം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിപ്പിടം സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകാൻ കഴിയുകയുമില്ല. അദ്ദേഹം കുറച്ചു സമയം അവിടെ കറങ്ങി നടന്ന ശേഷം മുഖ്യമന്ത്രിയും മറ്റും കയറി വരുന്ന വാതിലിലൂടെ പുറത്തേക്ക് പോവുകയായിരുന്നു. ഗുരുതരമായ ചട്ടലംഘനമാണ് നടന്നതെന്ന് വ്യക്തമാണ്. സ്പീക്കറുടെ ഓഫീസ് കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നിയമസഭാ സെക്രട്ടേറിയറ്റും നിയമസഭയിലുള്ളിലുണ്ടായിരുന്ന MLA മാർ, മുഖ്യമന്ത്രിയും പ്രതിപക്ഷം അടക്കമുള്ള MLA മാരും അത്ഭുതത്തോടുകൂടി അമ്പരപ്പോടുകൂടിയാണ് ഈ ദൃശ്യങ്ങൾ കണ്ടത്. പലരും പരസ്പരം ഇക്കാര്യം സംസാരിച്ചു. പിന്നീട് കാര്യോപദേശ സമിതി യോഗത്തിലും ഇത് ചർച്ചയായി. അശ്രദ്ധ കാരണം പോലീസ് മേധാവി കടന്നു വന്നതാകാമെന്ന വിലയിരുത്തലാണ് പൊതുവിലുള്ളത്. അങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത്. അത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ്. സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായൊരു കാര്യമാണ്. അത് അറിയാതെ സംഭവിച്ചതാകാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. ഏതായാലും കീഴ്വഴക്കങ്ങളിലോ നമ്മുടെ നടപടിക്രമങ്ങളിലോ അത്തരമൊരു കാര്യമില്ല, ഇതേവരെ സംഭവിച്ചിട്ടില്ല. അത് ബഹുമാനപ്പെട്ട സ്പീക്കർ അദ്ദേഹവുമായിട്ട് നേരിട്ട് സംസാരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിയമസഭാ സെക്രട്ടേറിയറ്റ് ഇക്കാര്യം സ്പീക്കറുടെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നടപടിയിലേക്ക് പോകുമോ എന്ന് വ്യക്തമല്ല. പക്ഷേ ഗുരുതരമായ ചട്ടലംഘനം നടന്നിട്ടുണ്ട്. അത് സംസ്ഥാന നിയമസഭയിലെ ചട്ടങ്ങൾക്കും കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടുള്ള പ്രോട്ടോകോളിനും ഒക്കെ വിരുദ്ധമാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് വ്യക്തമാണ്. ഇത്തരത്തിലൊരു സംഭവം കേരള നിയമസഭയുടെ ചരിത്രത്തിലൊരിക്കലും ഉണ്ടായിട്ടുമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.